നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയം മാസഫലമാണ് പറയുന്നത്. അതായത് ധനുമാസഫലം. 1201 വർഷത്തെ ധനുമാസഫലമാണ് പറയുന്നത്. അപ്പം ഡിസംബർ 16 മുതൽ ജാനുവരി 16 വരെ. അപ്പം ഡിസംബർ 16 ചൊവ്വാഴ്ച വെളുപ്പിന് 4:19 ധനുരവി സംക്രമം. അപ്പോൾ ഒരു മാസ ഫലമാണ് പറയുന്നത്. നേരത്തെ വൃശ്ചികമാസ ഫലത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി വരെയാണ്. അത് കുജ ശുക്ര സംയോഗം പോലെ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷകാലം എന്ന് പറയും. ഇത് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. ധനുമാസാരും വിവാഹം വയ്ക്കില്ല, എന്നാലും പറയാണ് ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷകാലത്ത് വിവാഹ ആലോചന ഒന്നും പാടില്ല. അതായത് ഒരു നിശ്ചയിപ്പ് നടത്താനോ വിവാഹം നടത്താനോ ചിലവർ പറയില്ല, നമുക്ക് അത് ദിവസം നോക്കേണ്ടതില്ല, അഭിജിത്ത് മുഹൂർത്തത്തിൽ നടത്താം. അത് ഓക്കെ. അഭിജിത്ത് മുഹൂർത്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഉച്ചയാണ്, ഉച്ചസമയം. അത് മറ്റുള്ളതിന്. അപ്പോൾ ഗുരു ശുക്ര പരസ്പരം മിഥുനത്തിൽ ഗുരു സ്ഥിതി ചെയ്യുമ്പോൾ ധനുവിൽ ശുക്രന്റെ സ്ഥിതി 20 തീയതി വരെയാണ്. ഏത് നവംബർ 20 ധനുവിലോട്ട് ശുക്രന്റെ സഞ്ചാരം. അപ്പോൾ അവിടെ രവിയുടെ സഞ്ചാരമുണ്ട്, ശുക്രന്റെ സഞ്ചാരമുണ്ട്, നിലവിൽ കുജന്റെ സഞ്ചാരം അവിടെയാണ്. അപ്പോൾ പരസ്പരം ദൃഷ്ടി ദോഷകാലമുണ്ട്, കുജ ശുക്ര സംയോഗമുണ്ട്. അപ്പോൾ ഇതിൽ യാതെല്ലാ രാശിക്കാർക്കാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലം പറയാം. ആദ്യം മേടരാശിക്കാർക്ക് ഗുരു 3-ലാണ് സഞ്ചാരം. മറസ്ഥാനം എന്ന് പറയും. അശ്വതി, ഭരണി, കാർത്തിക, കാലം ഇവർക്ക് 3-ലാണ് ഗുരുവിന്റെ സ്ഥിതി. ഭാഗ്യസ്ഥാനത്ത് കുജ ശുക്ര രവി സംഗമം. ഇപ്പൊ പരസ്പര ദൃഷ്ടിദോഷം, ഗുരു ശുക്ര പരസ്പര ദൃഷ്ടിദോഷവും ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക ഈ കാലയളവ്. എന്തൊരു പുതിയ സംരംഭവും ഈ സമയം ഒഴിവാക്കുക. അതായത് ജാനുവരി 2026 ജാനുവരി 12 ശേഷം ശുക്രന്റെ മാറ്റം സംഭവിക്കും മാഗ്രത്തിൽ. അതിനുശേഷം എന്ത് തീരുമാനിക്കാം. വിവാഹാദി കാര്യങ്ങളിലും ഈ ദിവസം ഒഴിവാക്കുക. അതായത് ഈ വരുന്ന ഡിസംബർ 20 മുതൽ 2026 ജാനുവരി 12 വരെ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷകാലം. ഏതൊരു പുതിയ സംരംഭം ഒഴിവാക്കുക, വിവാഹാലയം ഒഴിവാക്കുക, വിവാഹം നടത്തിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധ വേണം. നിലവിൽ 12-ലാണ് ശനിയുടെ വക്ര പൂർത്തിയായി. മേടക്കൂറുകാർക്ക് ഇപ്പം 12-ലാണ് ശനിയുടെ സ്ഥിതി. ശനി 2-ാം ഭാവം ദൃഷ്ടി വരെയാണ്. ചിലവ് നമുക്ക് കയ്യിൽ നിൽക്കില്ല. അത് കൂടുതലും വരുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖബാധിതമായിട്ടുണ്ടെങ്കിൽ മരുന്ന് ചിലവാണ് കൂടുതലും വരുന്നത്. ഉറക്കക്കുറവ് അനുഭവപ്പെടാം. കുട്ടികളാണെങ്കിലും പഠനത്തിലേക്ക് പിന്നോക്കം നിൽക്കുന്ന സമയം. വളരെ ശ്രദ്ധ വേണം. മുതിർന്നവരാണെങ്കിലും 12-ലെ ശനിയുടെ സ്ഥിതി വീഴ്ച പറ്റാനുള്ള അവസരം. വീഴ്ച പറ്റരുത്. വളരെ ശ്രദ്ധ വേണം. അശ്വതി, ഭരണി, കാർത്തിക, കാലം പരിഹാരം ചെയ്യേണ്ടത് ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന വഴിപാട് നടത്തുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ ശ്രീ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 3-ലെ ഗുരുവിൻ്റെ സ്ഥിതി മറവാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ ചിലവരൊക്കെ ഈ സമയമൊക്കെ ഗോൾഡൊക്കെ കൊണ്ട് പണയം വയ്ക്കാനുള്ള അവസരമാണ് കാണുന്നത്. ഇപ്പോൾ EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടാവും, ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടാവും. വളരെ പ്രതിസന്ധിയുള്ള സമയമാണ് ഈ ഒരു മാസക്കാലം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിഹാരാർത്ഥം ഗുരു ഭഗവാന് നെയ്ദീപം കത്തിക്കുന്നതും കടലമാല സമർപ്പിക്കുന്നതൊക്കെ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ചിലർക്ക് കുടുംബ മന്ത്രമൂർത്തി ഉണ്ടെങ്കിൽ ചന്ദനത്തിരി നടക്കി വയ്ക്കുക, തൊഴുക. മഞ്ഞ പുഷ്പം വാങ്ങിച്ചു കൊടുക്കുന്നതും മഞ്ഞ ഫലം, മഞ്ഞ പട്ട്, ചന്ദനത്തിരി വാങ്ങിച്ചു കൊടുക്കുന്നത് ദോഷം. അത് പൗർണമി ദിവസം ചെയ്യുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകനാര ഇവർക്ക് ഗുരു 2-ലാണ് സ്ഥിതി. ഇവിടെ എന്ത് സംഭവിക്കുന്നു? പരസ്പര ദൃഷ്ടി. അതിപ്പോൾ എല്ലാ രാശിക്കും അങ്ങനെ സംഭവിക്കും. ചിലതിന് ദോഷം ചെയ്യില്ലെന്നാണ് കണക്ക്. ഇപ്പൊ 2-ാം ഭാവത്തിന് 8-ൽ കുജ ശുക്ര രവി ദൃഷ്ടി വരുന്നത് ഇവിടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ഒരു യോഗം വരുന്നു. ഈ ഒരു മാസ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. വാഗ്ദാനങ്ങളിൽ പോയി പെടരുത്. ഇപ്പൊ ചിലവരൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. പുതിയ ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുക്കുകയോ അത് ചിലപ്പം കിട്ടാക്കണാവാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധ വേണം.
ഗോൾഡ് ഉണ്ടെങ്കിലും ഈ കാലയളവ് ഗോൾഡ് മിസ്സിങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിയമ നടപടി. രവി 8-ലാണ് സഞ്ചരിക്കുന്നത്. എന്തെങ്കിലും നിയമ നടപടി ഇല്ലീഗലായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടി വരാനുള്ള സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധ വേണം. പിന്നെ നമുക്ക് 10-ലെ സർപ്പൻ്റെ സ്ഥിതി, 11-ലെ ശനിയുടെ സ്ഥിതിയൊക്കെ നമുക്ക് വലിയ ദോഷമില്ലാതെ പോകും. സാമ്പത്തികം വന്നാലും ചിലവ് കൂടുന്ന സമയം. കുട്ടികളിലും പഠന മികവൊക്കെ ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമാസമം, ചിലവർക്ക് ഈ കാലയളവ് സമാസമമായിരിക്കും. പുതിയ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും 2026 ജാനുവരി 12 ശേഷം മതി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് എങ്ങനെ. മിഥുനത്തിൽ വരുന്നത് മകര, തിരുവാതിര, പുണർന്ന മുക്കാല്. ഇവർക്ക് രാശിയിലാണ് ഗുരുവിൻ്റെ സ്ഥിതി. രാശിനാഥനല്ല, രാശിയിൽ ഗുരുവിൻ്റെ സ്ഥിതി 7-ൽ ശുക്ര, കുജ, രവി ദൃഷ്ടി വരെയാണ്. അപ്പം എങ്ങനെ പറയാം, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ ഈ കാലയളവ്. അപ്പം നമുക്ക് എന്ത് ഒരു കാര്യം നല്ലത് ചെയ്താലും നമ്മളത് കുറ്റം കാണാനേ ആൾക്കാർ കാണുകയുള്ളൂ. അതിപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മേലുദ്യോഗസ്ഥരെ കൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിലാണെങ്കിലും ആർക്കെങ്കിലും എന്തൊരു ഉപകാരം ചെയ്താലും അത് തിരിച്ചടിക്കും. അപ്പോൾ വളരെ സമാധാനത്തോടെ ഇരിക്കുക. ഈ ഒരു മാസ കാലയളവ് ഈ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി. ആരോഗ്യം ശ്രദ്ധിക്കുക. 10-ൽ ശനിയുടെ സ്ഥിതി അത്ര ദോഷമല്ലെങ്കിലും നമുക്ക് ഈ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ഇപ്പം ചിലർക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ പറയാം, അസിഡിറ്റി പോലെ എന്തെങ്കിലും വരാനോ വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വരാനുള്ള സാധ്യത കാണുന്നു. ചിലർക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ഷുഗർ കൂടുക. ആരോഗ്യമാണ് പ്രധാനം. സാമ്പത്തിക വലിയ പ്രശ്നമല്ല, ആരോഗ്യം ശ്രദ്ധിക്കുക. കുട്ടികളിൽ പഠന മികവ് തെളിയിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും ഈ മാസം. അപ്പോൾ അതിലേക്കുള്ള പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഗുരു ഭഗവാന് പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം കുട്ടികളുടെ പഠന മികവിന് വേണ്ടി നമുക്ക് ബ്രാഹ്മണ ഭോജനം, അതായത് വടക്ക് പറയുന്നത് കാല് കഴുകി ചൂട്ടെന്ന് പറയും. ബ്രാഹ്മണ ഭോജനം നടത്തുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ മറ്റുള്ള മേഖലയിലാണെങ്കിലും നമുക്ക് ഈ ഒരു മാസക്കാലം വളരെ ശ്രദ്ധ വേണം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകക്കൂറ്. പുണർന്നകാല്, പൂയം, ആയില്യം അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് 12-ലാണ് ഗുരുവിൻ്റെ സ്ഥിതി. അപ്പോൾ യാത്രാ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശുക്ര ഗുരു പരസ്പര ദൃഷ്ടി 5-ാം ഭാവം. മക്കളെ കൊണ്ടുള്ള ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, കുട്ടികളിൽ എന്തെങ്കിലും അസുഖം വരാനോ, കുട്ടികളെ കൊണ്ടുള്ള ചിലപ്പം പഠനത്തിന് വേണ്ടി അലച്ചൽ, കുട്ടികളെ കൊണ്ട് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിലേക്കുള്ള ചിലവുകൾ വരാനോ, അതിലേക്കുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് കാണുന്നത് ഈ മാസം മുഴുവനും. പിന്നെ നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാലയളവ് നേർച്ചയൊക്കെ നടത്തുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ പരിഹാരാർത്ഥം ചെയ്യേണ്ടത്, ഇപ്പം കണ്ടശനി, ഇത് അഷ്ടമശനിയൊക്കെ മാറിക്കഴിഞ്ഞു. വക്രഗതിയിൽ അഷ്ടമത്തിൻ്റെ ഒരു എഫക്റ്റ് വന്നു, അതൊക്കെ മാറിക്കഴിഞ്ഞു. എന്നാലും 12-ലെ ഗുരു സ്ഥിതിക്ക് ഗുരു ഭഗവാന് നെയ്ദീപം കത്തിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് 10-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ചൊവ്വയുടെ ദൃഷ്ടി ഗുരുവിനും ശുക്ര ചൊവ്വ സംയോഗം കൂടെ സംഭവിക്കുകയാണ്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ പെടരുത്. വാഗ്ദാനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് രീതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലാഭം കിട്ടുമെന്നൊക്കെ ഊഹക്കച്ചവടം. വാഗ്ദാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഊഹക്കച്ചവടത്തിൽ ഇടപെടാൻ പാടില്ല, ശ്രദ്ധ വേണം. ഇനി അടുത്ത് നോക്കാവുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. 11-ലാണ് വ്യാഴന്റെ സ്ഥിതി, ദോഷമല്ല. എന്നാലും അഷ്ടമശനി തുടരുകയാണ്. അപ്പം ജോലി ഭാരം കൂടും. എന്നാലും വ്യാഴന്റെ സ്ഥിതി 11-ലാകിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ 5-ലാണ് കുജ ശുക്ര സംയോഗം. അപ്പോൾ പെൺകുട്ടികളിലെ ആൺകുട്ടികളാണെങ്കിൽ ഇവർക്ക് ഒരു പ്രൊപ്പോസൽ വരാനുള്ള ഒരു അവസരം. വിവാഹാധികാരികളിലൊക്കെ ഇപ്പം വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. അതൊരു ഇഷ്ടപ്പെടലും പറയാം. അതായത് മകം പൂരം ഉത്തരം കാലിന് ഒരു ഇഷ്ടപ്പെടൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ ഒരു ഇഷ്ടപ്പെടൽ വരാനുള്ള ഒരു അവസരം കാണുന്നു ഈ മാസം. മാതാപിതാക്കളെ നോക്കി നടത്തുന്നതാണ് നല്ലത്. വിവാഹാധികാരികളിലൊക്കെ നമുക്ക് ജൂൺ വരെ, അതായത് 2026 ജൂൺ 1 വരെ വ്യാഴന്റെ സ്ഥിതി 11-ലാണ്, വളരെ അനുകൂലമാണ്, ദോഷവശമല്ല. ബിസിനസ് മേഖലയിലാണെങ്കിലും ഫാൻസി ബിസിനസ് ചെയ്യുന്നവർ, സിനി ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസ് മേഖല, പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ, ഫ്ലവർ മർച്ചൻറ്റ്, പിന്നെ സ്റ്റേഷനറി കടകൾ, ഇവർക്കൊക്കെ നല്ല ഒരു ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. ഈ മാസം വരുമാനം വരും, അതായത് ലാഭവിഹിതം കൂടുമെന്നാണ് എൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. കന്നിക്കൂറിൽ വരുന്ന ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരാര. ഇവർക്ക് 10-ലാണ് വ്യാഴന്റെ സ്ഥിതി.
4 കുജ ശുക്ര സംയോഗം, രവിയും കൂടെ ഉണ്ട്. അപ്പം യാത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രാത്രി യാത്ര ഒഴിവാക്കാം മാക്സിമം. കുജൻ 4 നിൽക്കുന്ന അത്ര നന്നല്ല. പിന്നെ 4-ാം ഭാവം കുജന്റെ ദൃഷ്ടി 7-ൽ വരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. വ്യാഴം 10-ൽ നിൽക്കുന്നതും തൊഴിൽ നഷ്ടം വരാനുള്ള അവസരം കാണുന്നു. ഇപ്പം ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇക്കരയ്ക്ക് അക്കരെ പച്ച എന്ന് പറയില്ലേ, അങ്ങനെ വല്ല എന്തെങ്കിലും മാറ്റി വിടാനൊക്കെ ചിന്തിക്കും. അതിപ്പോൾ ഒഴിവാക്കുക. പിന്നെ ഗൾഫ് മേഖലയിൽ പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ അനുകൂല സമയമാണ് 6-ലെ രാവിലെ സ്ഥിതി. പിന്നെ കണ്ടകനൊന്നും പേടിക്കേണ്ട, കന്നിക്കൂറുകാർക്ക് കണ്ടകൻ എഫക്റ്റീവ് അല്ല. അപ്പോൾ പരിഹാരം ചെയ്യേണ്ടത് വ്യാഴഭഗവാനാണ്. വ്യാഴഭഗവാൻ ചെയ്യേണ്ടത് ഗുരുഭഗവാന്റെ സന്നിധി നെയ്ദീപം കത്തിക്കുന്നതും കടലമാല സമർപ്പിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 4-ലെ കുജശുക്ര സംയോഗത്തിന് യക്ഷി അമ്മൻ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പായസ വഴിപാട്, അതായത് പാൽപ്പായസ വഴിപാട് നടത്തി മുല്ലപ്പൂ നടക്കി വയ്ക്കുന്നതൊക്കെ നമുക്ക്, ചിലർക്ക് കുടുംബക്ഷേത്രം യക്ഷിയമ്മ ആൽത്തറ കാണും. പാൽപ്പായസ വഴിപാട് നടത്തി മുല്ലപ്പൂ വയ്ക്കുന്നത് നടക്കി വയ്ക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. അപ്പോൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ 20 മുതൽ അടുത്ത 2026 ജാനുവരി 12 വരെ കുജശുക്ര സംയോഗം. അത് അത്ര നന്നല്ല. ചിലപ്പോൾ ഒരു വീട് മാറാനുള്ള അവസരവും കാണുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്ന വീട്ടിൽ നിന്ന് താമസം മാറാനുള്ള ഒരു അവസരം കാണുന്നു, അല്ലെങ്കിൽ വാഹനം മാറ്റിയെടുക്കാനോ. ഇതെല്ലാം ചിന്തിക്കേണ്ടത് ജാനുവരി 12-ന് ശേഷം മതി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരാജ, ചോതി, വിശാഖം, മുക്കാല്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിൻ്റെ സ്ഥിതി, ദോഷവശമല്ല. 3-ൽ ശുക്ര കുജ രവി സംയോഗവും അത്ര ദോഷമല്ല. അതായത് ജയസ്ഥാനത്ത് കുജം വരുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതാണ്. 6-ലെ ശനിയുടെ സ്ഥിതി, 5-ലെ രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് ദോഷവശമല്ല. എന്തുകൊണ്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. തുലാക്കൂറുകാർക്ക് പഠന മികവ് തെളിയിക്കാം, ബിസിനസ്സിലൊക്കെ ഉന്നതിയിലെത്താം. ഇപ്പോൾ പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ജലരാശിയിൽ നിൽക്കുന്ന ശനി പുറത്തു പോകാൻ, അത് പഠന വിഷയമാണെങ്കിലും ശരി, ജോലി സാധ്യതയാണെങ്കിലും ശരി, ഗൾഫ് മേഖലയിലാണെങ്കിലും UK പോലെ സ്ഥലങ്ങളിൽ പോയി ജോലി സമ്പാദിക്കാനോ പഠനത്തിന് വേണ്ടി പോകാനുള്ള അവസരം കാണുന്നു. അവർക്കും ദോഷവശമല്ല. വിവാഹാദി കാര്യങ്ങളും ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. കുട്ടികളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടം വരാം, അത് തടയാൻ നിൽക്കരുത്. നല്ല ബന്ധമാണെങ്കിൽ നടത്താമല്ലോ. പൊരുത്ത വിഷയത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ പൊരുത്തം നോക്കുന്നുണ്ടെങ്കിലും മനപ്പൊരുത്തമാണ് പ്രധാനം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയൊരു പൊരുത്ത വിഷയത്തിൽ ഓക്കെ ആണെങ്കിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. കുട്ടികളിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖകാല്, അനിഴം, തൃക്കേട്ട. ഇവർക്ക് 5-ലാണ് ശനിയുടെ സ്ഥിതി. ഇപ്പം മാസഫലമാണ് പറയുന്നത്. തുലാമാസഫലം നിലവിൽ ഇപ്പം ഈ വരുന്ന 20-ാം തീയതി 2-ാം ഭാവം ശുക്രന്റെ സ്ഥിതി വരെയാണ് കുജന്റെ കൂടെ. വളരെ ശ്രദ്ധിക്കുക. രാശിയധിപന്റെ കൂടെ 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും ചേരയാണ്. 6-ാം ഭാവാധിപനായ ചൊവ്വയും രാശിയധിപനായ ചൊവ്വയുടെ കൂടെ 7, 12-ാം ഭാവാധിപനായ ശുക്രന്റെ സ്ഥിതി 2026 ജനുവരി 12 വരെ. കുടുംബകലഹം വളരെ ശ്രദ്ധിക്കുക. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഇവർക്ക് കുടുംബകലഹം വരാനുള്ള അവസരം കാണുന്നു. 8-ലാണ് വ്യാഴന്റെ സ്ഥിതി. അപ്പം സ്വർണ്ണ നിമിത്തം, വസ്തു നിമിത്തം, വസ്ത്രനിമിത്തം, ഇങ്ങനെ കുറേ നിമിത്തങ്ങൾ വരും. ഈ നിമിത്തം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള അവസരം കാണുന്നു. ചിലപ്പം ഭൂമി നഷ്ടപ്പെടാനോ ആഭരണം നഷ്ടപ്പെടാനോ ഉള്ള അവസരം കാണുന്നു. എന്തിനും കെയറിങ് വേണം. വഴക്കിലൊക്കെ വളരെ ശ്രദ്ധ വേണം. കുടുംബയുടെ വരാനുള്ള സാധ്യത കാണുന്നു. അത് ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. ശ്രദ്ധിക്കുക. ഇപ്പോൾ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് ഗവൺമെൻറ് തലത്തിൽ പിടിപാടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് നമുക്കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അത് ലോൺ ഇത്യാദി, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഒരു ലോൺ സാങ്ഷൻ ആവാനോ ഗവൺമെൻറ് തലത്തിലൊക്കെ സഹായം വരാനുള്ള അവസരം കാണുന്നു. ദോഷവശമല്ല. ശ്രദ്ധിക്കേണ്ടത് കുടുംബ വഴക്ക് വരാതെ ശ്രദ്ധിക്കുക. കുട്ടികളിലും ഇപ്പം പഠന മികവ് പറയാൻ പറ്റില്ല, ചെറിയ അലസത കാണിക്കുന്നുണ്ട്. ഇവർക്ക് ബുദ്ധിക്ക് അതിൽ 5-ൽ ശനിയുടെ സ്ഥിതി ഓർമ്മ നിൽക്കുന്നില്ല. ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അപ്പം ചെയ്യേണ്ട പരിഹാരം ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നു. ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ഗുരു 8-ൽ മറവാണ്. ഗുരുവിലേക്ക് ചെയ്യേണ്ടത് ഗുരുഭഗവാൻ നെയ്ദീപം കത്തിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി ധനുക്കൂറുകാർക്ക് എങ്ങനെ?
ധനുക്കൂറിൽ വരുന്ന മൂലം പുരാടം ഉത്രാടംകാല് ഇവർക്ക് രാശിയിലാണ് കുജ ശുക്ര സംയോഗം. അതായത് ഈ വരുന്ന ഡിസംബർ 20 മുതൽ 2026 ജാനുവരി 12 വരെ കുജ ശുക്ര സംയോഗം ധനുവിൽ, ഏഴിലാണ് ഗുരുവിൻ്റെ സ്ഥിതി. അപ്പോൾ പരസ്പര ദൃഷ്ടി ദോഷകാലം. അപ്പോൾ രണ്ടും പറയണം. ഇപ്പോൾ വിവാഹാദി കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഇപ്പോൾ ആലോചന വരികയാണെങ്കിലും സംസാരിച്ചൊക്കെ വയ്ക്കാം. എന്തായാലും ജാനുവരി 12 ശേഷം എന്തും തീരുമാനിക്കാം. ഈ പരസ്പര ദൃഷ്ടി അത്ര നന്നല്ല. അസൂര്യ ഗുരുവും ദേവഗുരുവും ദൃഷ്ടി വരുന്നത് ഒരു ശുഭകാര്യമൊക്കെ നടത്താനോ സംസാരിക്കാനോ പാടില്ല. അതിന് വളരെ ശ്രദ്ധ വേണം. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് വരുമാനം വന്നാലും സമാസമം. അപ്പോൾ ചിലവർക്ക് മൈഗ്രെയിൻ വരാനുള്ള അവസരം കാണുന്നു. രാശിയിൽ കുജൻ്റെ സ്ഥിതി, പെട്ടെന്നുള്ള തലവേദന, അത് പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. പരിഹാരാർത്ഥം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് നമുക്ക് ഷഷ്ടി ദിവസം ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ കുട്ടികളിലൊക്കെ പഠന മികവ് വലിയ പ്രശ്നമല്ല, മികവ് തെളിയിക്കും. ഇപ്പം നിലവിൽ പരീക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കുറുകാർക്ക് എങ്ങനെ. മകരക്കുറിൽ വരുന്ന ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ട, അര ഇവർക്ക് 6ലാണ് വ്യാഴൻ്റെ സ്ഥിതി. ശനി അനുകൂലനാണ്, 3ലായി, പ്രശ്നമല്ല. ഇപ്പം വിസിറ്റിങ്ങിനൊക്കെ പുറത്തു പോയി വരാനുള്ള യോഗം കാണുന്നു. സന്ദർശനം അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും, ചിലരൊക്കെ ഐ ടി ഫീൽഡിലൊക്കെ പെട്ടെന്ന് ഒരു 6 മാസം പുറത്തു പോയി നിൽക്കുക, തിരിച്ചു വരിക, വീണ്ടും ഒരു 6 മാസം പോവുക. അപ്പം അതൊക്കെ ശനിയുടെ ഒരു അനുകൂലം ഇതാണ്. 2ൽ സർപ്പൻ്റെ സ്ഥിതി, 8ൽ കേതു, 6ലാണ് വ്യാഴൻ്റെ സ്ഥിതി. ഇവർ ശ്രദ്ധിക്കേണ്ടത് ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടാര ഫുഡിൽ ശ്രദ്ധിക്കാൻ പറയാൻ കാരണം അസിഡിറ്റി വരാനോ, ഒവാമ എന്ന് പറയും, പെട്ടെന്നുള്ള ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതെ അതിനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. മാക്സിമം ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക ഈ രാശിക്കാർ. പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും പഠനത്തിനൊക്കെ പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. എല്ലാ ബുധനാഴ്ചയും വിദ്യാസൂക്തം കൊടുക്കുന്നത് നമുക്ക് ആ ദോഷകാഠിന്യം കുറയ്ക്കാം. മുതിർന്നവരിലാണെങ്കിലും സമയം കഴിഞ്ഞുള്ള ഫുഡ്, ഇപ്പോൾ കൃത്യനിഷ്ഠതയില്ലാതുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്നുള്ള, അതായത് അസുഖം വരാനുള്ള അവസരം കാണുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വരാനോ ഫുഡ് പോയ്സൺ വരാനുള്ള അവസരം കാണുന്നു. കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം ബ്രാഹ്മണ ഭോജനം നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കുക. നമസ്കാരം എന്ന് പറയും. വ്യാഴ 6ൽ സ്ഥിതിക്ക് ബ്രാഹ്മണ ഭോജനം ജൂൺ 1 വരെ സഞ്ചരിക്കുകയാണ് 6ൽ. അപ്പോൾ 2ൽ രാഹുവിൻ്റെ സ്ഥിതിയും നമുക്ക് അത്ര നന്നല്ല, വളരെ ശ്രദ്ധ വേണം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കുറുകാർക്ക് എങ്ങനെ. കുംഭക്കുറിൽ വരുന്ന നക്ഷത്രം അവിട്ടാര, ചതയം, പുരുട്ടാതി, മുക്കാല് ഇവർക്ക് വ്യാഴ 5ലാണ്. അപ്പം രാശിക്ക് ദൃഷ്ടി വരെയാണ്, ദോഷമല്ല. 2ൽ ശനിയുടെ സ്ഥിതി. അപ്പം ശനിയുടെ സ്ഥിതി 2ൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പഠന മികവ് തെളിയിക്കാനുള്ള അവസരം, അത് മെഡിക്കൽ ഫീൽഡ്. ഇപ്പം മെഡിക്കൽ പഠനം ഉണ്ടെങ്കിൽ അത് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. 12ലെ ശനിയുടെ സ്ഥിതി അല്ല, രാശിയിലെ സർപ്പൻ്റെ സ്ഥിതി നമുക്കത്ര നന്നല്ല. അതായത് സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. എന്തിനും ഒരു സമാധാനം എന്ന് വെച്ചാൽ അയാൾ ശിഖി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാവും, ആൺപെൺ വ്യത്യാസമില്ലാതെ. അതായത് പെട്ടെന്നുള്ള കോപക്കാർ, അങ്ങനെയും പറയാം, ദേഷ്യപ്പെടുക, ഇതിലൊക്കെ വളരെ ശ്രദ്ധ വേണം. വ്യാഴൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അത്ര ദോഷമല്ല, എന്നാലും വളരെ ശ്രദ്ധ വേണം. പിന്നെ ഡിസംബർ 20 മുതൽ 2026 ജാനുവരി 12 വരെ കുജശുക്ര സംയോഗം 11ലാണ്. 11ാം ഭാവം ഉദ്ദേശിക്കുന്നത് കമ്പനി പറയാം, കൂട്ടുകാർ. പുതിയ കൂട്ടുകാരൊന്നും ഈ കാലയളവ് അത്ര വേണ്ട. പുതിയ കമ്പനികൾ വന്ന് ചേരാനുള്ള അവസരമുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. പുതിയ കമ്പനികൾ നമുക്ക് വേണ്ട, അത് നാളെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് ദോഷമല്ല നമുക്ക് കാണുന്നത്. രാശിയധിപൻ 2ൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികം വന്നാലും നമുക്ക് മീഡിയമായിട്ടായിരിക്കും. വലിയ ഉയർച്ചയില്ല, വലിയ താഴ്ചയില്ല, അങ്ങനെ മീഡിയമായിട്ട് വരും, ദോഷവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കുറുകാർക്ക് എങ്ങനെ. മീനക്കുറിൽ വരുന്ന നക്ഷത്രം പുരുട്ടാതി, കാല്, ഉത്രട്ടാതി, വ്യാപി ഇവർക്ക് ജന്മശനി തുടരുകയാണ്. ജന്മശനിയിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ജന്മശനി വന്നു കഴിഞ്ഞാൽ മാതാവിനാണ് അരിഷ്ടം ആദ്യം. എന്നുവെച്ചാൽ ജന്മം തന്ന മാതാവിന് ചെറിയ പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നമാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധ വേണം. നിങ്ങളിലും
ചെറിയ ഒരു മന്ദത അനുഭവപ്പെടും. അപ്പം അതിലേക്കുള്ള പരിഹാരം ശിവക്ഷേത്രത്തിൽ കെടാവിളക്കിൽ നല്ലെണ്ണ വാങ്ങിച്ച് മുഖം നോക്കി ഒഴിക്കുക. ദോഷകാഠിന്യം കുറയ്ക്കാനാണ് പറയുന്നത്. ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ ദിവസം ഒരു 100 നല്ലെണ്ണ വാങ്ങിച്ച് നമ്മളെ മുഖം നോക്കണം. നോക്കിയിട്ട് കിടാവിളക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ദോഷം കുറയും. പിന്നെ 4 വ്യാഴൻ്റെ സ്ഥിതി, അത് നമുക്ക് അത്ര നന്നല്ല. ഇപ്പം വ്യാഴൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2, 5, 9, 11 ഇതൊക്കെയാണ് വലിയ ഭാഗ്യസ്ഥാനങ്ങൾ. ഈ 4 എന്ന് പറയുന്നത് വലിയ മെച്ചമല്ല, കേന്ദ്രമാണെങ്കിലും അത്ര മെച്ചമല്ല. പിന്നെ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് 10 കുജശുക്ര സംയോഗം. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനോ, അത് കൂടുതലും വരുന്നത് ഫാൻസി മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, ഇങ്ങനെയുള്ള പഠനത്തിലാണെങ്കിലും ഇപ്പോൾ ചില കുട്ടികളുടെ അനിമേഷൻ പഠിക്കുന്നില്ലേ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിടുന്നതൊക്കെ വളരെ നല്ലതാണ്, ദോഷവശമല്ല. മുതിർന്നവരും ഈ കാലയളവ് ജന്മശനിയാകിയാൽ അതായത് യാത്ര മാക്സിമം ഒഴിവാക്കുക. എന്തിനും ഒരു സമാധാനം വേണം. പുറത്തിറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചിറങ്ങണം. വീഴ്ച പറ്റാനുള്ള അവസരം മുതിർന്നവർ വളരെ ശ്രദ്ധ വേണം. ജന്മശനിക്ക് ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഇപ്പം ശബരിമലയ്ക്ക് പോകുന്ന സമയമാണ്. നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കുന്നത്. അടുത്ത് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഒരു 3 ദിവസം വ്രതമായിട്ടിരുന്ന് ഈ നക്ഷത്രക്കാർ, അതായത് പുരട്ടാതിക്കാരും ഉത്രട്ടാതിക്കാരും ഒരു 3 ദിവസം വ്രതം പോലെ ഇരുന്ന് നെയ്ത്തേങ്ങ നിറച്ച് ഭഗവാന് അഭിഷേകത്തിന് കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ശുഭമസ്തു.